അതെ, ആ വിമത അച്ഛന്മാരെ സഭാപിതാക്കന്മാരെയും കന്യക അച്ഛന്മാരെയും കള്ളന്മാരെന്ന് വിളിക്കുന്നുണ്ടല്ലോ. ഇവരെ കുറിച്ച് അന്വേഷണം നടത്തിയാൽ എന്താകും സ്ഥിതി അറിയാമോ? ചേട്ടനറിയാമോ? ധ്യാനഗുരു മഞ്ഞളി അച്ഛന്റെ സംഭവം. ഇപ്പോൾ എന്താ അത് ഒരു കേസായിട്ട് നടക്കണം. ഒരു ഇടവക വെച്ച് അതിന്റെ കാലിൽ ചവിട്ടി ഞെരിച്ച് പിന്നെ ആൾക്കാർക്കെതിരെ കേസ് കൊടുത്ത് ഇതൊക്കെയാണ് ജനങ്ങൾ ഈ ഇടവകയിൽ ഒരു കൊച്ചിന്റെ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നിട്ട് ഒരു കൊച്ചിന്റെ കഴുത്തിന് പിടിച്ച് എന്തോ മാന്തിയം പറിക്കുക ചെയ്തോ എന്നൊക്കെയാണ് വീട്ടുകാർ പറയുന്നത്. അവസാനം അച്ഛൻ തെറ്റ് പറഞ്ഞില്ല. അങ്ങനെ മാപ്പ് പറഞ്ഞ് അത് പിന്നെ ചിറ്റൂര് മീറ്റു വിവാദം അത് അങ്ങനെ പോകണം. പിന്നെ സ്വർണ്ണക്കടത്ത് അതിന്റെ പ്രശ്നം അത് വേറെ. അങ്ങനെ ഓരോരുത്തർ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തോരം കേസുകൾ കിടക്കുന്നത്. എറണാകുളം അതിരൂപതയിലെ ഒരു മെത്രാനെതിരെ കന്യാസ്ത്രീ ബന്ധവും വിവാദമൊക്കെ ഉണ്ടായത്. അത് പല കുടുംബങ്ങളെയും തകർത്ത് പരസ്യമായ കാര്യമാണ്. മലയാറ്റൂർ അടുത്തൊരു പള്ളിയിൽ ഒരു സ്ത്രീയുടെ ഭർത്താവ് വരെ രംഗത്ത് വന്നത് സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ. ഇതൊക്കെ ഇനി ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താകും സ്ഥിതി? ഇനി വടക്ക് വട്ടിപ്പള്ളിയിൽ നിന്ന് തുടങ്ങിയാൽ സ്വർണം കെട്ട കേസിൽ മണവാളനത്തിൽ ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് കേസിൽ പിന്നെ ഇടശ്ശേരി അച്ഛനാണ്. ഇടശ്ശേരി അച്ഛന് ഇല്ലാത്ത തെങ്ങിന് വളം കായ്ക്കുന്ന മരം ഉണ്ടാക്കിയ അത്ര പോലെ. അതുപോലെ തന്നെ കാഞ്ഞൂര് വഴി ഇടപ്പള്ളിപ്പള്ളിയിൽ ഒരു കൊച്ചച്ഛൻ ലക്ഷങ്ങൾ മുക്കിയിട്ട് മാറ്റിയത് അടക്കം തുടങ്ങി തെക്ക് അറ്റം വൈക്കം വരെ എത്ര പള്ളികളാണ് സാമ്പത്തിക തട്ടിക്കുന്ന കോടതിയിൽ കേസിൽ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമല്ലേ കുറുമശ്ശേരി പള്ളിയിലെ ഒരു അച്ഛൻ എവറസ്റ്റ് പോയത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് കൊടി വീശിയിട്ട് അവിടെ ജനാബ് കുർബാന എന്തൊരു പ്രഹസനം ഇതൊക്കെ വരുമ്പോ എന്ത് ചെയ്യേണ്ടത്? സഭ പിടിച്ച് പുറത്താക്കണം. എനിക്ക് തോന്നുന്നത് അവിടെ ലക്ഷണത്തിനൊക്കെയാണ് കറുട്ടി പള്ളിയിൽ ഗോവയ്ക്ക് പോയത് വീഡിയോ കണ്ടില്ലേ? അതില് എന്തിന് പെണ്ണ് കേസ് ഇടപ്പള്ളിയിൽ അച്ഛന്റെ റൂമിൽ താമസിച്ചെന്നൊക്കെ പറയും. ഇതൊക്കെ നടക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നടത്തിക്കൊണ്ട് കൊണ്ടുപോകേണ്ടതാണോ? ഇതൊക്കെ വെച്ച് പോലത്തെ കാര്യങ്ങളാണ്. അതുപോലെ ഇനി എത്ര കേസുകൾ ഒരു തെക്കഞ്ചേരി അച്ഛൻ ലക്ഷങ്ങളായി മുങ്ങി ഒരു പിടുത്തമില്ല. അങ്ങനെ ഓരോരുത്തരുടെ ലിസ്റ്റ് എടുത്താൽ ഒരു വൈകാത്ത ആശുപത്രിയിൽ ഐഷയെ കൂട്ടി ചെയ്യുന്നത് എന്തൊക്കെ കാണണം. ആത്മായ നേതാക്കൾ കോടികളുടെ കടം ആവിയായി 1 കോടി 30 ലക്ഷം വെറുതെ ഫ്രീ ആയിട്ട് ചെയ്തു പോയി. പോക്സോ കേസ് പ്രതികളടക്കമുണ്ടെന്ന് വിനു പറയുന്നത് കേൾക്കുന്നില്ല. വിനുവിന്റെ ഇത് പ്രതികളായിട്ട് അറിയാവുന്നല്ലോ. ഇനി കൂടുതൽ പറഞ്ഞാൽ ഉള്ള വിശ്വാസം കൂടെ പോകും. ഇത്രയും പറഞ്ഞു ചേട്ടൻ കേൾക്കണില്ലേ? മനസ്സിലായില്ല. ഇനിയിപ്പോ പറഞ്ഞു വേണ്ടല്ല മതിയാക്കട്ടെ.